ലോകസ്ഥാപനത്തിനു മുമ്പേ പ്രിയപുത്രൻ മൂലം നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു മൂലം മഹത്വവും സ്തുതിയും പ്രശംസയും ആരാധനയും ധനവും ജ്ഞാനവും മാനവും ഒക്കെ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ആത്മനാഥനായ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹ ആദരവുകൾ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊള്ളുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ കോണ്ടിനെന്റ്സിൽ നിന്ന് നമുക്കൊരുമിച്ച്, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പുതുതായും നേരത്തെ മുതലും ഈ ബൈബിൾ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് നാം അല്പം നേരത്തെയാണ് കൂടി വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെ മുതൽ സാധാരണ സമയത്ത് തന്നെയായിരിക്കും. ബുധനാഴ്ചകളിൽ നമുക്ക് 9:30 മുതൽ മറ്റൊരു യോഗമുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ക്രമീകരണം 8 തൊട്ട് 9:30 വരെയാണല്ലോ നാം ചെയ്തു വരുന്നത് ഇന്ത്യൻ ടൈം. അതിൽ നിങ്ങൾ വളരെ ഫ്ലെക്സിബിലിറ്റിയോടെ സഹകരിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. പുതിയ നിയമത്തിൽ എഴുത്തുകാരൻ ആരാണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഏക പുസ്തകമാണ് എബ്രായർക്കുള്ള ലേഖനം. എഴുത്തുകാരൻ ആരെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ബൈബിളിലെ 66 പുസ്തകങ്ങളും ദൈവനിശ്വാസീയമായ ദൈവവചനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് 66 പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്തൃത്വം ആധികാരികമായി പറഞ്ഞാൽ ദൈവത്തിന് തന്നെയാണ്. എന്നാൽ എഴുത്തുകാരൻ ആര് എന്നറിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാനുഷികമായി അത് എഴുതിയത് ആര് എന്ന് മാത്രമാണ്. ബൈബിളിലെ ഒരു പുസ്തകവും മലക്കുകളൊന്നും സ്വർഗത്തിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ പുസ്തകങ്ങളല്ല. സ്തോത്രം. ആവർത്തിക്കുന്നു, ബൈബിളിലെ ഗ്രന്ഥങ്ങളൊന്നും ദൂതന്മാരാരും കൈമാറിയ പുസ്തകങ്ങളല്ല. ബൈബിളിലെ 10 കൽപ്പനകൾ അത് ദൈവം തന്നെയാണ് സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി മോശയെ ഏൽപ്പിച്ചത്. അത് 2 കൽപ്പലകകളിലായിരുന്നു. അത് ബൈബിള് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ 10 കൽപ്പനകൾ ദൈവം എഴുതിയ കൽപ്പലകകൾ നിയമപെട്ടകത്തിനകത്താണ് ഇരിക്കുന്നത്. ഇൻ ദി ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപെട്ടകത്തിനകത്ത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ മനുഷ്യരാണ് എഴുതിയത്. പക്ഷേ അവർ ദൈവാത്മ നിയോഗം പ്രാപിച്ചും ദൈവകൽപ്പനയാലും എഴുതിയതാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ദൈവനിശ്വാസീയത എന്നതിൻ്റെ അർത്ഥം. എഴുതിയത് മനുഷ്യര് തന്നെ, പക്ഷേ അവരെഴുതിയത് ദൈവകൽപ്പനയാലും പരിശുദ്ധാത്മ നിയോഗ. ആ വാക്യം ഒന്ന് വായിച്ചോളൂ. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 19 തൊട്ടങ്ങ് വായിച്ചാലും കുഴപ്പമില്ല. 19 തിരുവെഴുത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം.
പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇവിടെ പറയുന്ന പ്രവാചകവാക്യം എന്നതോ പ്രവചനം എന്നതോ ഭാവി പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല, തിരുവെഴുത്തുകളെ കുറിച്ചാണ്. കുറച്ചുകൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ്. കാരണം പത്രോസ് ഇത് പറയുമ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടിരുന്നു പോലുമില്ല. വെളിപ്പാട് പുസ്തകവും ഒക്കെ പത്രോസ് ഇത് എഴുതിയതിന് ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ പത്രോസ് ഇവിടെ പ്രവചനം, പ്രവാചകവാക്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള പ്രവചനങ്ങളെ കുറിച്ചല്ല, പകരം തിരുവെഴുത്തുകളെ കുറിച്ച്, സ്ക്രിപ്ചേഴ്സ്. അവയെ പ്രവചനം എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴയ നിയമത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള പ്രവചന സൂക്തങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പഴയ നിയമത്തിലെ, തിരുവെഴുത്തിലെ തന്നെ പൊതുവെ, പഴയ നിയമത്തിലെ പ്രത്യേകിച്ചും, generally speaking, that of the whole Bible and particularly that of the Old Testament. അപ്പം പൊതുവെ പറഞ്ഞാൽ ബൈബിളിലെ മൊത്തം, പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രവചനം ഏതാണെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാവരും സ്റ്റക്കായ പോലെ എനിക്കൊന്ന് തോന്നിപ്പോയി, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, ആവർത്തിക്കുന്നു. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായ പ്രവചനം എന്താണ്, അല്ലെങ്കിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടല്ലോ? തെറ്റിയാലും സാരമില്ല, ഒന്ന് പ്രതികരിച്ചോളൂ. The first, The coming of the Messiah. coming of the Messiah, അല്ലെങ്കിൽ മെസ്സായ, ക്രൈസ്റ്റ്, മശിഹായാണ് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. മശിഹയാണ് ബൈബിളിലെ ഏറ്റവും ആദ്യത്തെയും പ്രവചനം. ഉൽപ്പത്തി 3:15 നാം അത് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ക്രിസ്തുവിൻ്റെ കന്യകാജനനം തുടങ്ങി, ക്രിസ്തുവിൻ്റെ ജനന സ്ഥലം തുടങ്ങി, ഇങ്ങനെ തേജസ്കരണവും നിത്യരാജ്യത്വവും വരെയുള്ള കാര്യങ്ങൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് വേറെ ധാരാളം പ്രവചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെ, ആഗോള താപനം ഉൾപ്പെടെ, ഇപ്പോഴത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾ ഉൾപ്പെടെ, പൗരസ്ത്യ രാജ്യങ്ങളായ ഈസ്റ്റേൺ കൺട്രീസ് ആയ ഇന്ത്യയുടെയും ജപ്പാന്റെയും ചൈനയുടെയുമൊക്കെ വളരെ ഉണർവെന്ന് വേണമെങ്കിൽ പറയാം, ഉത്തേജനമെന്ന് പറയാം. ഹൈന്ദവ മതം ഉൾപ്പെടെയുള്ള ജാതീയ മതങ്ങളുടെ പുനരുത്ഥാനം, നവോത്ഥാനം, ഉണർവ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പ്രവചിക്കപ്പെട്ടിട്ടുള്ള മഹത് ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യന്റെ സ്വഭാവം ഉൾപ്പെടെ, പ്രകൃതിയുടെ അവസ്ഥകൾ ഉൾപ്പെടെ, മതങ്ങളുടെ, രാഷ്ട്രീയ ശക്തികളുടെ ഒക്കെ അവസ്ഥകളെ, സമുദ്രത്തിൻ്റെ, സൂര്യചന്ദ്രാദികളുടെ ഒക്കെ അവസ്ഥകളെ കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏക ഗ്രന്ഥം എന്ന് പറയുന്നത്
വേദപുസ്തകമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രവചന ഗ്രന്ഥമെന്നോ പ്രവാചക വാക്യമെന്നോ ഒക്കെ പറയുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? ക്രിസ്തുവിൽ. യെസ്, ഇൻ ക്രൈസ്റ്റ്. All the prophecies are centered on Christ. All the prophecies will be consummated in Christ. കർത്താവായ യേശുവിൽ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാക്കപ്പെടും. ക്രിസ്തുവാണ് പ്രവചന നിവൃത്തി എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇസ്രായേലിനെ കുറിച്ച്, ജാതികളെ കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങൾ എല്ലാം പക്ഷേ ക്രിസ്തുവിലാണ് നിറവേറുന്നത്. അതുകൊണ്ടാണ് പ്രവാചക വാക്യമെന്നും പ്രവചനമെന്നും ഒക്കെ പത്രോസ് ഈ ദൈവവചനത്തെ വിളിക്കുന്നത്. അതെങ്ങനെ എഴുതപ്പെട്ടു, എങ്ങനെയല്ല എഴുതപ്പെട്ടത് എന്ന് പത്രോസ് അവിടെ പറയുന്നു. തിരുവഴുത്തിലെ പ്രവചനമൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളണം. അതായത് ഒരു മനുഷ്യനും തൻ്റെ സങ്കല്പത്തിൽ നിന്ന് എഴുതിയ മനുഷ്യ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളല്ല ദൈവവചനം. അത് വ്യാഖ്യാനിക്കേണ്ടതും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചിന്താഗതികൾക്കനുസരിച്ചല്ല. പകരം അതെങ്ങനെ എഴുതപ്പെട്ടു? പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്. ഒന്ന്, men spoke from God and they were carried along by the Holy Spirit. Praise God. മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. ഇത് എഴുതിയത് മനുഷ്യരാണ്. മെൻ, മനുഷ്യരാണ് അത് എഴുതിയത്. രണ്ട്, they were carried away. അവർ ദൈവാത്മ നിയോഗം പ്രാപിച്ചെഴുതിയതാണ്. They were carried away by the Holy Spirit or guidance of the Holy Spirit. മൂന്ന്, by the commandment of God. ദൈവ കൽപ്പനയാൽ. സ്തോത്രം. അപ്പൊ മനുഷ്യൻ വെറും ഒരു മാധ്യമം മാത്രം. അതിൻ്റെ സ്രോതസ് ദൈവമായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഗ്രന്ഥകർത്താക്കളെ നാം മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാ വേദപുസ്തക ഗ്രന്ഥങ്ങളുടെയും രചയിതാവ്, പ്രധാനപ്പെട്ട എഴുത്തുകാരൻ, ഗ്രന്ഥകർത്താവ്, ഓഥർ എന്ന് പറയുന്നത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ. എന്നാൽ റൈറ്റേഴ്സ്, എഴുത്തുകാർ മനുഷ്യരാണ്. ലോകത്തിലെ ചില മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള കാര്യമാണല്ലോ മലക്കുകൾ ഇട്ടുകൊടുത്തതാണെന്ന് പറയുന്നത്. അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിലെ ഒരു പുസ്തകവും എങ്ങും മലക്കുകൾ എന്ന് വെച്ചാൽ ദൂതന്മാർ ആർക്കും ഇട്ടുകൊടുത്തതല്ല. ദൈവം ഇങ്ങനെ കെട്ടിയിറക്കിയതുമല്ല. ദൈവം അതിന് നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെയാണ് ഉപയോഗിച്ചത്. സ്തോത്രം. അതിൽ ഏതാണ്ട് 42ഓളം എഴുത്തുകാർ വേദപുസ്തകത്തിനുണ്ട്. 42ഓളം പേർ. നമുക്ക് പേരെടുത്തു പറയാൻ പറ്റുന്ന 42 പേരുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ 40ഓളം എന്നാണ് പറയാറ്. എന്നാൽ 42 എഴുത്തുകാരുണ്ട്. ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 1500 വർഷം മുമ്പാണ് മോശ ജീവിച്ചിരുന്നത്. അന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ AD 100-നടുത്തായിരുന്നു. അങ്ങനെ ക്രിസ്തുവിന് മുമ്പ് 1500-ഉം പിമ്പ് 100-ഉം, അങ്ങനെ 1600, 1600 or 16 centuries, 1600 years, 1600ഓളം വർഷങ്ങളുടെ നീണ്ട കാലയളവിലാണ് വേദപുസ്തകം എഴുതപ്പെട്ടത്. അതിന് ദൈവം ഉപയോഗിച്ചത് ഏതാണ്ട് 42ഓളം എഴുത്തുകാരെയാണ്. ചില പുസ്തകങ്ങൾ ഒന്നിലധികം പേര് ചേർന്നാണ് എഴുതിയത്. 2 ശമൂവേലിന്റെ പുസ്തകം പോലെയുള്ളത്, ചിലത്
നാഥാനും ഗാദും ചേർന്ന് എഴുതിയതാണ്. സങ്കീർത്തനങ്ങളിൽ ഒന്നിലധികം എഴുത്തുകാരുണ്ട്. അതുപോലെ സദൃശ്യവാക്യത്തിലും കുറഞ്ഞത് 3 എഴുത്തുകാരുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ചേർത്താണ് 42 എന്ന് നമ്മൾ പറയുന്നത്. പേര് പറയാൻ നമുക്കങ്ങനെ പറ്റും. ഞാൻ ഇത്രയും പറയാൻ കാരണം, എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരെന്ന് അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞതിനെ ചിലരെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അത് തെറ്റാണ്. അപ്പം അതിനൊരു വിശദീകരണം എന്ന നിലയിലും കൂടെയാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. പിന്നെ ബാക്കി 65 പുസ്തകങ്ങൾക്കും ചില സങ്കീർത്തനങ്ങൾ എഴുതിയതാരാണെന്ന് അറിയില്ല. അതിൻ്റെ ശീർഷകത്തിൽ അവരുടെ പേരുകൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ 1-ാം സങ്കീർത്തനം ആരെഴുതി, 2-ാം സങ്കീർത്തനം ആരെഴുതി അറിയില്ല. എന്നാൽ 2-ാം സങ്കീർത്തനം ദാവീദിൻ്റെതാണെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചില പുസ്തകങ്ങളുടെ മാനുഷിക എഴുത്തുകാരെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ല. ചിലതിനെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ ഉണ്ടെങ്കിലും എബ്രായ ലേഖനത്തെക്കുറിച്ച് അതും സാധിക്കില്ലെന്ന് നമ്മൾ മുഖവുരയിൽ തന്നെ പഠിച്ചിരുന്നു. അത് ആവർത്തിക്കേണ്ടി വന്നതിൽ സദയം ക്ഷമിച്ചാലും ചിലരുടെ വിമർശനങ്ങൾക്ക് മറുപടി എന്ന വണ്ണമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എഴുത്തുകാരൻ ആരെന്നറിയില്ല എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെയോ ദൈവനിശ്വാസീയതയെയോ നിഷേധിക്കലല്ല. പകരം മാനുഷികമായി ഇത് എഴുതിയത് ആരെന്ന് നിശ്ചയിക്കാൻ നമുക്ക് പുസ്തകത്തിനകത്തു നിന്നോ പുറത്തു നിന്നോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം. ശരി, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്നാൽ ഈ എബ്രായ ലേഖനം നാം പഠിച്ചു വരുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്ന 5-ാമത്തെ സുവിശേഷ ഗ്രന്ഥം എന്ന് വിളിക്കപ്പെടുവാൻ പര്യാപ്തമായ പുസ്തകമാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ നിസ്തുല്യത. നമ്മളിപ്പോൾ 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ ദൂതന്മാരുടെ മേലുള്ള പരമോന്നത അവസ്ഥയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായി നാം നോക്കിക്കൊണ്ടിരുന്നത് യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായിരിക്കുമ്പോൾ ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏറെ ഉന്നതികളിൽ ഇരിക്കുന്നു. സ്തോത്രം. The ministry and the duties of Jesus Christ are far more excellent than that of the angels. അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ, ആവർത്തിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ ഏറ്റവും പ്രധാനമായും അവർ സേവകാത്മാക്കളാണ്. They are ministering spirits. സേവകാത്മാക്കളാണ്. ഒന്നും കൂടെ നമുക്കതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 1:14, 1:14. അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ? ആ ഒറ്റ വാക്യത്തിൽ നിന്ന് തന്നെ അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് മനസ്സിലാക്കാം. അവർ ദൈവത്തിൻ്റെ ദാസന്മാരും നമ്മുടെ സഹായികളും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. Angels are servants of God, at the same time ministers to us
ministers to the redeemed people. They minister to us. They assist us. നമ്മുടെ സഹായികളാണവർ. അവർ നമ്മുടെ ദാസന്മാർ അല്ല. അവർ ദാസരായിരിക്കുന്നത് ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ മാത്രം അവർ സദാ സന്നദ്ധരാണ്. അപ്പോൾ തന്നെ നമ്മെ ശുശ്രൂഷിക്കുവാനും നമ്മെ സഹായിക്കുവാനും. അതിലാണ് തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ പലർക്കും ഉള്ളത്. പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. അവർ ദൂതന്മാർ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആജ്ഞകളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മെ രക്ഷ പ്രാപിക്കുന്നവരെ, രക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മെ പരിരക്ഷിക്കുക, നമ്മെ പല നിലകളിൽ സഹായിക്കുക. അതേത് നിലകളിലൊക്കെയാണെന്ന് ചില തെളിവുകൾ തിരുവെഴുത്തിലുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉപദേശമായിട്ട് നമ്മെ വേദപുസ്തകം ആ വിഷയം പഠിപ്പിക്കുന്നില്ല. ഏതൊക്കെ നിലകളിൽ നമുക്ക് ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ദൈവത്തിന് ഇഷ്ടകരമാമിധം ദൂതന്മാരിലൂടെ ഒരുപക്ഷെ ദൈവം നിവർത്തിച്ചേക്കാം. അത്രമാത്രമേ നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അതല്ലാതെ ദൂതന്മാരുടെ സന്ദർശനത്തിനായിട്ട് കാത്തിരിക്കുന്നതോ ദൂതന്മാരോട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ കൽപ്പിക്കുന്നതോ വേദപുസ്തക പ്രകാരം വേണ്ടാത്ത കാര്യങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. സ്തോത്രം. ദൈവത്തോട് ദൂതനെ അയക്കണേ എന്ന് പ്രാർത്ഥിക്കുക പോലും വേണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദൈവം ദൂതനെ ഇങ്ങോട്ട് തരാമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോൾ പോലും വേണ്ട, ഞങ്ങൾക്ക് അങ്ങയെ മതി എന്ന് പറഞ്ഞ ചരിത്രമാണ് ബൈബിളിൽ. അങ്ങനെയാണെങ്കിൽ നാമും ദൂതന്മാരെ കൊണ്ട് തൃപ്തരാകാതെ ദൈവത്തെ തന്നെ ദൂതന്മാരെക്കാൾ അധികമായി ആഗ്രഹിക്കുവാൻ, ദൈവത്തെ തന്നെ ചോദിക്കുവാൻ നാം ആഗ്രഹിക്കുക. അതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ വിഷയങ്ങളിൽ ബാക്കിയുണ്ടോ? ഒന്നും ഇല്ലെന്ന് കരുതട്ടെ. നമ്മൾ ഏറ്റവും ഒടുവിൽ അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചത് മത്തായി 18:10-11 വാക്യങ്ങളായിരുന്നു. അവിടെ ഇന്നലെ നമ്മൾ പറയാഞ്ഞ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. അവിടെ പറയുന്നത്, ഒന്നും കൂടെ 10-ാം വാക്യം വായിച്ചാട്ടെ. മാത്യു 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്തോത്രം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവ് ഒരു താക്കീത് എന്ന വണ്ണമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ഒരു താക്കീത്. Here we have a warning. ആരാ ഇവിടെ പറയുന്ന ഈ ചെറിയവർ? ഒന്നാം വാക്യം മുതൽ നമ്മൾ പഠിച്ചാൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം
ഒന്നാമത്തെ വാക്യം മുതൽ നാം പഠിച്ചാൽ, ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തി ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്ന ഭക്തന്മാരെയാണ് നാം കാണുന്നത്. സ്തോത്രം. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന വളരെ സാധുക്കളായ, സമൂഹത്തിൽ ഒരുപക്ഷെ വളരെ താഴുന്നവരായ പ്രിയപ്പെട്ടവർക്ക് ദൈവം മതിക്കുന്ന വില എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? സ്തോത്രം. ശിശുക്കളെ പോലെ തങ്ങളെ തന്നെ താഴ്ത്തുക. അതിൻ്റെ 5-ാം വാക്യമാണെന്ന് തോന്നല്ലേ? 4-ാമത്തെ. ആ ഭാഗങ്ങൾ വാക്യം കാണാൻ ഒക്കാത്ത പോലെ എൻ്റെ ബൈബിൾ അല്പം ഡാമേജ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എനിക്ക് കാണാൻ പറ്റുന്നില്ല. 4-ാമത്തെ വാക്യം. 4-ാം വാക്യം വായിച്ചാട്ടെ. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പോൾ ശിശുക്കളെ പോലെ തന്നെ താൻ താഴ്ത്തുക. നോ ഈഗോ പ്രോബ്ലംസ്. താഴ്ത്തുക. ഇന്ന് എനിക്ക് മറ്റൊരാൾ അയച്ചു തന്ന ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഞാൻ പലർക്കും അയച്ചു കൊടുത്തു. എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയ ഒരു ആശയമായിരുന്നു അതിനകത്ത്. സ്വന്തം കോപത്തെയും വെറുപ്പിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ വിജയി. സ്വന്തം കോപത്തെയും വെറുപ്പിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ വിജയി. നമ്മൾ സാധാരണ വിജയിയായിട്ട് കാണുന്നത് അപരനെ ശാസിച്ച് അവനേക്കാൾ ശബ്ദം ഉണ്ടാക്കി ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയാൽ, നമ്മൾ പറഞ്ഞതിന് മറുപടി തരാൻ മറ്റേ പുള്ളിക്ക് പ്രാപ്തിയില്ലാതെ ഉത്തരം മുട്ടിപ്പോയാൽ നമ്മൾ ജയിച്ചു എന്നാണ്. എന്നാൽ ഇതിലെ ആശയം നേരെ തിരിച്ച. സ്വന്തം കോപത്തെയും വെറുപ്പിനെയും നിയന്ത്രിച്ച് നിർത്തുക. ഞാൻ സാധാരണ ഗുഡ് മോർണിംഗ് അയക്കുന്ന 8-10 പേരുണ്ട്. എല്ലാവർക്കും ഒന്നും അയക്കാറില്ല. അതിൽ പലരും ഈ സന്ദേശത്തോട് പ്രതികരിച്ചു. അതിൽ ഒരാൾ എന്നോട് പ്രതികരിച്ചത്, നമുക്ക് കോപത്തെയും വെറുപ്പിനെയും നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഈഗോ പ്രശ്നം കൊണ്ടാണ്, സ്വയം കൊണ്ടാണത്രേ. സ്വയത്തിന് മരിക്കാത്തത് കൊണ്ടാണ്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും സ്വയത്തിന് മരിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ അതിനോട് പ്രതികരിച്ചത്. ഇവിടെ ഒരു ശിശു, ആ ശിശുവിൽ എന്തില്ല? ഈ ഞാൻ പറയുന്നത് നടക്കണമെന്ന വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അത് വേറെ കാര്യമാണ് കേട്ടോ. എന്നാൽ ഇത് ഞാൻ എന്ന ഒരു ഭാവമില്ലാതെ, കുഞ്ഞെ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് അങ്ങനെ സ്വീകരിക്കുവാൻ മനസ്സുള്ള താഴ്മയുള്ള ശിശുക്കൾ, കുഞ്ഞുങ്ങൾ. ശിശുവിനെ പോലെ ചോദ്യം ചെയ്യാതെ താഴ്മയോടെ ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവരാ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്.
എന്നിട്ട് 7-ാം വാക്യം പറയുന്നു, ഏഴാം വാക്യം ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. സ്തോത്രം. അപ്പോൾ ഇതാണ് വിഷയം. ഇവിടെ പറയുന്ന ചെറിയവർ ആരാ? വളരെ താഴ്മയോടെ, സൗമ്യതയോടെ, പ്രതികാര ചിന്ത ഒന്നുമില്ലാതെ, മനുഷ്യരുടെ വെറും പന്തായിട്ട് തട്ടുകൊള്ളാൻ ഏൽപ്പിക്കപ്പെട്ട സാധുക്കൾ. സമൂഹത്തിൽ അവർക്കൊരു വിലയുമില്ല. പക്ഷേ ലോകപ്രകാരം നാം ആദരണീയരല്ലെങ്കിലും അവരെക്കുറിച്ച് ഇവിടെ കർത്താവ് പറയുന്നു, ആരുമില്ലെന്ന് കരുതി അവരെ പന്ത് തട്ടാൻ ആരും ഒരുങ്ങരുത്. അവർക്ക് മണി പവറോ മസിൽ പവറോ കാണില്ല. ചോദിക്കാനും പറയാനും ആരും കാണില്ല. നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം പഠിച്ചപ്പോൾ ആദ്യത്തെ ബിയാറ്റിറ്റ്യൂഡ്, ആദ്യത്തെ ഭാഗ്യവർണ്ണന പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. ഈ കൂട്ടത്തിൽ പലരും അന്നില്ലായിരുന്നെന്ന് എനിക്കറിയാം, എങ്കിലും പറയുക. ആരാ ഭാഗ്യവാൻ? ആദ്യത്തെ ഭാഗ്യവാനെ കുറിച്ച് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ. സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അന്ന് ആ ദരിദ്രൻ എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ കാണും. സ്തോത്രം. ആബ്സല്യൂട്ട്ലി ഡെസ്പറേറ്റ്, നോബഡി ടു ടേക്ക് കെയർ ഓഫ്. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ലാത്തവർ. എന്തോ ചെയ്താലും ചോദിക്കാനും പറയാനും ചിലർക്കാരും കാണത്തില്ല. എന്ത് ചെയ്താലും നിയമപരിരക്ഷകൾ ചിലർക്കില്ല. ഒന്നുമില്ലാത്തത് കൊണ്ട് അവരെ സഹായിക്കുവാൻ ആരുമില്ല. അങ്ങനെയുള്ള ദരിദ്രാവസ്ഥ, അങ്ങനെയുള്ള ഒരു ചെറിയവൻ. പക്ഷേ കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ചോണം, ചെറിയവനാണെന്നും പറഞ്ഞ് തോന്നുന്നത് പോലെ അവരോട് ഇടപെടരുത്. ലോകത്തിൽ ചിലരെ തൊടാൻ ചിലർക്ക് പേടിയാ. കാരണം അവരെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ വളരെ ദോഷകരമാകാം. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത സാധുക്കൾ, അവരാണ് ഇവിടുത്തെ ചെറിയവർ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇന്നിപ്പം നമ്മുടെ സ്ഥിതി അതൊക്കെ തന്നെയല്ലേ. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് പല സമയത്തും നിയമത്തിന്റെ പരിരക്ഷയില്ല, പോലീസിന്റെ സംരക്ഷണം ഇല്ല. നമുക്ക് സംരക്ഷണം കിട്ടേണ്ടിടത്ത് പോലീസ് സംരക്ഷണത്തിൽ നാം പീഡിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെയൊക്കെ പല സഭകളിലും പല ദൈവമക്കളോടും ദൈവദാസന്മാരോടും അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ളത്. ഇപ്പൊ യോഗം നടക്കുന്ന സ്ഥലത്ത് ശല്യമുണ്ടാക്കാൻ വരുന്നവരെ അകറ്റി നിർത്തി നമ്മുടെ യോഗങ്ങൾ ശരിയാവണ്ണം നടക്കാനായിട്ട് നിയമസംരക്ഷണം തരേണ്ടവരാണ് നിയമപാലകർ. പക്ഷേ ഇന്നിപ്പോ നടക്കുന്നത് നേരെ തിരിച്ചാ. അവരാണ് വന്നിട്ട് പറയുന്നത് സ്റ്റോപ്പ്, നിർത്തുക. അപ്പൊ നാം ഈ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയവരായിട്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന നിലയിൽ കഴിയുക. സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥന നിർത്തുന്നു. സ്വന്തം വീട്ടിൽ നമ്മൾ വിശ്വസിക്കുന്ന വേദപുസ്തകം ഉണ്ട് എന്നത് അപരാധമായി കണ്ട് അത് തൊണ്ടി മുതലായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന, എടുത്തുകൊണ്ട് പോകുന്ന, സ്വന്തം വീടും നമ്മുടെ പേരിൽ നമ്മുടെ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത സഭാ ഹാളുകളും സീൽ ചെയ്ത് കൊണ്ടുപോകുന്ന ആ നിലകളിലെ സ്ഥിതികൾ നമ്മുടെ ഇന്ത്യയിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം.
പ്രായപൂർത്തിയായ ഒരാൾക്ക് അല്ലെങ്കിൽ തിരിച്ചറിവ് വരുന്ന ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നിയമത്തെ നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ വല്ലാതാക്കി കളയുന്നു. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു, അങ്ങനെ ആരോരുമില്ലാത്തവനായി നിങ്ങൾ ഒരുവനെ കാണുന്നെങ്കിൽ സൂക്ഷിച്ചോ. അവൻ ആരുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവരെപ്പോഴും ദൈവമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെപ്പോഴും ദൈവമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമുക്ക് ആരും ഒന്നും ഇല്ലെങ്കിലും ഈ വാക്യങ്ങളുടെ, ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഒന്നുമില്ലാത്തവരോ ആരുമില്ലാത്തവരോ അല്ല. സ്തോത്രം. ആരുമില്ലാത്തവരോ ഒന്നുമില്ലാത്തവരോ അല്ല. 1 കൊരിന്ത്യ ലേഖനം 3:22 ഒന്ന് നോക്കിക്കോളൂ. 1 Corinthians 3:22. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ള. എന്ത് മനസ്സിലായി? ദൈവത്തിനുള്ളതെല്ലാം ക്രിസ്തുവിനുള്ളത്, ക്രിസ്തുവിനുള്ളതെല്ലാം നമുക്കുള്ളത്. ആരായാലും എന്തായാലും. ഈ ദൂതന്മാരെല്ലാം ദൈവത്തിന്റെ വകയാണ്. സ്തോത്രം. നാം ദൈവത്തിന്റെ മക്കളാകുന്നെങ്കിൽ അവർ നമ്മുടേതും കൂടെയാകുന്നു. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ദൂതന്മാർ, നമ്മുടെ ദൂതന്മാർ ദൈവമുമ്പാകെ തിരുമുഖം എപ്പോഴും കാണുന്നു, എപ്പോഴും കാണും. സ്തോത്രം. അവർ ദൈവസന്നിധിയിൽ സദാ നിൽക്കുന്നവരാണ്. എന്നാൽ ഇതൊന്നും തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതുപോലെ ദൂതന്മാരോട് കൽപ്പിക്കുവാനായി നമുക്ക് അനുവാദം തരുന്ന കാര്യങ്ങൾ അല്ല. ദൈവമാണ് അവരെ നമ്മുടെ സേവനത്തിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളയിടത്ത് ആവശ്യമുള്ളതുപോലെ നിയമിക്കുന്നത്. നമ്മൾ ആരുടേതായിരുന്നാൽ മാത്രം മതി, ദൈവത്തിൻ്റെതായിരുന്നാൽ മാത്രം മതി. ഇത് പ്രത്യേകവുമായി നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. സ്തോത്രം. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അതുകൊണ്ടാണ് 14 വാക്യം എബ്രായർ 1:14 നമ്മൾ കണ്ടത്, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, സ്തോത്രം, രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കൾ. സ്തോത്രം. അപ്പം യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ശുശ്രൂഷ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു എന്നത്രേ നാം ഈ ഭാഗത്ത് നിന്നും പഠിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും പറയാനായിട്ടുണ്ടോ, ചോദിക്കാനായിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ എബ്രായർ 1 നമുക്ക് വീണ്ടും പോകാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു പ്രസംഗം, അതിൽ നിന്നും എൻ്റെ ഒരു ആത്മീയ സ്നേഹിതൻ, ഞാൻ കേട്ടതായിരുന്നില്ല, പക്ഷേ അദ്ദേഹം എനിക്ക്
ഒരു ചോദ്യമായിട്ട് അത് അയച്ചു തന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതിന് വേണ്ടി ഞാൻ ആ പ്രസംഗം ഒന്ന് കേട്ടു. ആ കേട്ടത് ഈ എബ്രായ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ്. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. Here Christ is superior to the angels because of his victory. Because of his overcoming. Because of his enemy's subjection to him completely. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അജയ്യത കൊണ്ടാണ്. ക്രിസ്തു തന്റെ അജയ്യതയാൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. Christ is excellent over the angels because of his victory over his enemies, because of the complete subjection of his enemies unto him, because of his conquering. തന്റെ ശത്രുക്കളുടെ പൂർണ്ണ പരാജയം നിമിത്തം, ശത്രുക്കളുടെ മേലുള്ള യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ആധിപത്യം നിമിത്തം യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, Christ is superior to the angels because of the promises given to him by the Father. The promises. പിതാവ് പുത്രന് നൽകിയ വാഗ്ദത്തങ്ങൾ വെച്ചുകൊണ്ടും ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. ഇതാണ് ഇവിടുത്തെ വിഷയം. അതിനകത്ത് എന്താണ് പ്രശ്നം എന്നായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? സ്തോത്രം. അതിലുള്ള വിഷയം അതിൻ്റെ ഒരു വ്യാഖ്യാനം ഒരാൾ കൊടുത്തതിലാണ്. ഒരു വ്യാഖ്യാനം. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. അപ്പം യേശു ഇപ്പോഴും പിതാവിൻ്റെ വലത്തു ഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്നു, അല്ലെ? മധ്യസ്ഥത അണയ്ക്കുന്നു, തെറ്റില്ല. Christ is interceding at the very right hand of the majesty that we have already seen from verse number 3. 3-ാം വാക്യത്തിൽ നിന്ന് നാം അത് കണ്ടു. എബ്രായ ലേഖനം 1:3 നിന്ന് നമ്മൾ കണ്ടു. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു. വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു വലത്തുഭാഗത്ത് ഇരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, വേറെ പലതും അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ 3-ാം വാക്യത്തിൽ പഠിച്ചു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 2 കാരണങ്ങൾ ഇവിടെ നമുക്ക് പ്രസക്തമായത് മാത്രം എടുത്തു പറയുന്നു. ഒന്ന്, ക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുന്നു, മധ്യസ്ഥനായിരിക്കുന്നു. 2, ക്രിസ്തു ഇപ്പോഴും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതിനുള്ള 2ാമത്തെ കാരണം നാം ഇപ്പോൾ വായിച്ച വാക്യത്തിലുള്ളതാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം. എന്ന് വെച്ചാൽ സകല ശത്രുക്കളും ഇതുവരെ ക്രിസ്തുവിന് പാദപീഠമായിട്ടില്ല എന്നർത്ഥം. പാദപീഠം ആയിട്ടില്ല എന്നർത്ഥം. അത് എന്താണ് അതിൻ്റെ അർത്ഥം, എന്തല്ല അതിൻ്റെ അർത്ഥം? യേശുക്രിസ്തുവിന് സകല ശത്രുക്കളും കീഴായിട്ടില്ല എന്ന് വെച്ചാൽ ഇതുവരെ ആയിട്ടില്ലേ? അപ്പോൾ യേശു ക്രൂശിൽ യുദ്ധം ജയിച്ചില്ലേ? കൊലോസ് ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. കൊലോഷ്യൻസ് 2:15. വായിക്കാമല്ലോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ അവിടെ നാം കാണുന്നു, വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ പറയുന്നതിന് ഒറ്റ വാക്കിൽ സാത്താന്യ ശക്തികൾ എന്ന് പറയാം. സാത്താന്യ ശക്തികളെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആയുധവർഗം വയ്പ്പിച്ചു. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. പരസ്യമായ കാഴ്ചയാക്കി. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1 John 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചാദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എബ്രായ ലേഖനം 2:14-15 നമുക്കറിയാം. യേശുക്രിസ്തു സ്വന്തം മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി എന്ന് കാണുന്നു. അപ്പോൾ കുറഞ്ഞപക്ഷം ഈ 3 വാക്യങ്ങൾ, വേറെ ഉണ്ട്, കുറഞ്ഞപക്ഷം ഈ 3 വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിജയത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നതാണ്. അങ്ങനെ യേശു ക്രൂശിൽ വിജയിച്ചെങ്കിൽ ഇപ്പോഴും ശത്രുക്കൾ അവന് പാദപീഠമായില്ല എന്ന് ഈ എബ്രായർ 1:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യേശു തന്നെയാണോ വിജയിക്കാഞ്ഞത്? അതിനൊരു സമയപരിധി കൊടുത്തിട്ടുണ്ട്, ആ സമയമായിട്ടില്ലെന്നുള്ളത്. ഓക്കെ, വേറെന്തെങ്കിലും? തെറ്റിയാലും സാരമില്ല, നമ്മുടെ ആശയങ്ങൾ പുറത്തു വരട്ടെ. സാത്താന് പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല, നശിച്ചിട്ടില്ല. പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല.
നമ്മുടെ സാധാരണ പ്രസംഗകർ പറയുന്നത് പോലെ തല തകർന്നിട്ടുണ്ട്, എന്നാലും പാമ്പല്ലേ, വാലയിൽ ജീവനുണ്ടല്ലേ. അല്ല, ഇല്ല, പ്രസംഗകരെ സാധാരണ പ്രസംഗിക്കാറുള്ളതായത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞിട്ടില്ല. ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ സഭയുടെ പൂർത്തീകരണം, അതിൻ്റെ പണി തീരുക എന്നതാണ് ഈ ശത്രുക്കൾ പാദപീഠമാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സിനിൽ ബ്രദർ. ഭൂമിയിൽ ഇപ്പോഴും അവന്റെ അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു. മീൻസ് സാത്താനോ? Yeah. ഓക്കെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ സാത്താൻ എന്ന ഒരു ശത്രുവിനോട് ബന്ധപ്പെട്ട, എന്നാൽ ഈ സാത്താൻ മാത്രമാണോ ഈ ശത്രു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം വരെ ഉണ്ടല്ലോ, അതുവരെ നീങ്ങിപ്പോകുന്നത് വരെ. അപ്പോൾ ഈ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ, ഈ വ്യാഖ്യാനത്തിൽ ഒരു പെശകാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെ എനിക്കതൊന്നും ആയിട്ടുള്ളൂ. അതും ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരു പ്രസംഗകനാണ് പ്രസംഗിച്ചത്. അവരുടെ ഫാനുകൾ വല്ലതും എൻ്റെ ഈ പ്രസംഗം കേട്ടാൽ എന്നെ ചിലപ്പോൾ ജീവനോടെ കുഴിച്ചു മൂടിയേക്കും. ഞാൻ പക്ഷെ അത് ഭയപ്പെടുന്നില്ല. ഇതുപോലെ പണ്ട് ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരാളിൻ്റെ പ്രസംഗത്തിലെ ആശയത്തെ ഞാനൊന്ന് ഖണ്ഡിച്ചു. സത്യത്തിൽ ഖണ്ഡനമാണ് ആദ്യം നടന്നത്, ഖണ്ഡനത്തിന് ശേഷമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷെ ആൾക്കാർ കേട്ടത് നേരെ തിരിച്ച, ഡേറ്റ് ഒന്നും നോക്കാതെയാ. ഭയങ്കര പുകിലുണ്ടായിരുന്നു, ഭയങ്കര പുകിൽ. മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ് അഗ്നിയല്ലെന്ന് പറഞ്ഞതാ. ഞാനത് ആദ്യം പ്രസംഗിച്ചു. അതിനുശേഷമാണ് ഈ പറയപ്പെട്ട പ്രസംഗകൻ അഗ്നിയാണെന്നും പറഞ്ഞ് പ്രസംഗിച്ചത്. അദ്ദേഹം എന്നെ ഖണ്ഡിച്ചതുമല്ല, ഞാൻ അദ്ദേഹത്തെ ഖണ്ഡിച്ചതുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആൾക്ക് ഇത് രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്തിട്ടു. സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ ആൾക്കാർ പൊങ്കാലയിട്ടു. എന്നിട്ട് ചോദിച്ചത്, ഞങ്ങളുടെ ഇന്ന ആളിനെ ഖണ്ഡിക്കാൻ നീ ആരാടാന്നാ ചോദിച്ചത്. അതുപോലെയുള്ള, ഒരുപക്ഷെ അതിനേക്കാൾ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഈ വ്യാഖ്യാനം നടത്തിയത്. അതുകൊണ്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തീയമ്പുകൾ ഏൽക്കേണ്ടി വന്നേക്കാം. എന്നാലും സാരമില്ല. ആദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം പറയാം, വ്യാഖ്യാനത്തിലെ പെശക് പറയാം. അദ്ദേഹം എടുത്തുദ്ധരിച്ച, ഞാൻ പേര് പറയത്തില്ല, അദ്ദേഹം എടുത്തുദ്ധരിച്ച ചില വാക്യങ്ങളാണ് ഞാൻ വായിപ്പിച്ചത്. നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചതായതുകൊണ്ട് ഞാൻ ഓടി അതിലേക്കങ്ങ് വന്നോന്നേ ഉള്ളൂ. അപ്പോൾ യേശു ക്രൂശിൽ സാത്താനെ പരാജയപ്പെടുത്തി. നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് എബ്രായർ 2:14-15, അത് വായിച്ചില്ലെങ്കിലും നമുക്കറിയാവുന്നതാണ്. കൊലോസ്യർ 2:15, 1 യോഹന്നാൻ 3:8 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു, യേശു സാത്താനെ ക്രൂശിൽ തോൽപ്പിച്ചു. യേശു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സാത്താന്റെ മേലുള്ള ആത്യന്തിക വിജയമായിരുന്നു. ഇതൊക്കെ ശരിയാണ്, ഈ വാക്യങ്ങളും ഉദ്ധരിച്ചു. എന്നിട്ടും എന്തേ യേശുവിന് സകല ശത്രുക്കളും പാദപീഠമായിട്ടില്ല? അതിൻ്റെ അർത്ഥം എന്ത്? അതിന് അദ്ദേഹം വ്യാഖ്യാനിച്ചത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽക്കുള്ള വാക്യങ്ങൾ എടുത്തുകൊണ്ടാണ്. സമയം ചുരുക്കമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞുവിടാം. എഫേസ്യ ലേഖനം 1:20 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ സകലത്തിനും മീതെ ആക്കി വെച്ചിരിക്കുന്നെന്നും സകലത്തിനും തലയാക്കി വെച്ചിരിക്കുന്നെന്നും പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ആ യേശുവിനെ ശരീരമായ
സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അല്ലേ? അവസാന വാക്യം, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. യേശുവിനെ സകലത്തിനും മീതെ തലയാക്കി വെച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ തല ഇതിനോടകം ക്രൂശിൽ വെച്ച് തന്നെ ഇവയുടെ മേലെല്ലാം ജയോത്സവം കൊണ്ടാടിക്കഴിഞ്ഞു. ഇനിയും യേശു ജയിച്ചിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം സഭ ഇതുവരെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യാഖ്യാനം പോകുന്ന പോക്ക്. യേശുവിന് ഇതുവരെ സകല ശത്രുക്കളും പാദപീഠം ആയിട്ടില്ല. അർത്ഥം ഇതുവരെ സഭയ്ക്ക് സകല ശത്രുക്കളും പാദപീഠമായിട്ടില്ല. അതിന് അദ്ദേഹം ഒരു വാക്യവും കൂടെ സഹായത്തിനെടുക്കുന്നുണ്ട്. അത് റോമാലേഖനം 16:20. അതിൻ്റെ വ്യാഖ്യാനം ഇന്ന് നമുക്ക് ഉണ്ടാവില്ല. ദൈവം വെച്ചാൽ നാളെ ഞാനത് പറയാം. റോമൻ 16:20 ആ വാക്യം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. യേശുക്രിസ്തുവിന്റെ കാൽ കീഴെ സാത്താനെ ആക്കി എന്ന് മുമ്പേ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ സാത്താൻ ഇതുവരെ നമ്മുടെ കാൽ കീഴിലായിട്ടില്ലെന്ന് ഈ വാക്യം പറയുന്നു. വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴെ ദൈവം ചതച്ചു കളയും. ഭാവി പ്രയോഗമാണ്. അപ്പോൾ അത് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും സകല ശത്രുക്കളും യേശുവിന് പാദപീഠമായിട്ടില്ലെന്ന് സങ്കീർത്തനം 110:1 എബ്രായർ 1:13 ഒക്കെ പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? സ്തോത്രം. അത് തെറ്റായ വ്യാഖ്യാനമാണ്. അത് തെറ്റായ വ്യാഖ്യാനമാണ്. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ദേശങ്ങൾ നമ്മൾക്ക് കീഴടങ്ങുമ്പോഴാണ് ഈ വിജയമുണ്ടാകുന്നത്. ദേശങ്ങൾ നമുക്ക് കീഴടങ്ങുമ്പോൾ. ഒരുപക്ഷെ ആ പ്രസംഗം കേട്ട ആരെങ്കിലും ഈ കൂട്ടത്തിൽ കാണും. ഉണ്ടെങ്കിലും ആളാരാണെന്നും ഇവിടെ നിന്നൊന്നും പറയണ്ട. സ്തോത്രം. എന്നോടൊരാൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആ പ്രസംഗം കേട്ടത്. അല്ലെങ്കിൽ ഞാൻ കേൾക്കത്തില്ലായിരുന്നു, അറിയില്ലായിരുന്നു. ഈ ഭാഗങ്ങൾ കേട്ടപ്പോൾ എന്നോട് ചോദിച്ചയാൾക്ക് സംശയം തോന്നി, ഇതാണോ അർത്ഥം, ഇതല്ലായിരിക്കുമല്ലോ എന്ന്. അതൊന്ന് ഉറപ്പാക്കാൻ വേണ്ടി എൻ്റെ സ്നേഹിതനായതുകൊണ്ട് ചോദിച്ചത്. പ്രിയരെ, യേശുക്രിസ്തുവിന് സമ്പൂർണ്ണ ആധിപത്യം ഈ വാക്യത്തിൽ പിതാവ് വാഗ്ദത്തം ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം സഭ ഇതുവരെ ജയാളിയായില്ല എന്നല്ല. സഭയുടെ വിജയമല്ല യേശുവിനെ വിജയിപ്പിക്കുന്നത്. തിരിച്ച ക്രിസ്തുവിന്റെ വിജയമാണ് സഭയെ ജയാളിയാക്കുന്നത്. മനസ്സിലായോ വ്യത്യാസം? സഭയുടെ വിജയമല്ല യേശുവിനെ ജയാളിയാക്കുന്നത്, പകരം ക്രിസ്തുവിന്റെ വിജയമാണ് നമ്മെ, സഭയെ ജയാളിയാക്കുന്നത്. Christ is not the partaker of church victory, but the church is partaking in the victory of Jesus. Jesus is triumphant not because of the triumph of the church,
But the church is triumphant because of the triumph of Christ. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. സഭയുടെ വിജയത്തിൽ അധിഷ്ഠിതമല്ല ക്രിസ്തുവിന്റെ വിജയം, പകരം ക്രിസ്തുവിന്റെ വിജയത്തിൽ അധിഷ്ഠിതമാണ് സഭയുടെ വിജയം. യേശു ജയാളിയായതുകൊണ്ട് നമ്മളും ജയാളികൾ. തിരിച്ചല്ല, നമ്മൾ ജയാളികളായതുകൊണ്ട് യേശുവും ജയാളി എന്നല്ല. തെറ്റായ വ്യാഖ്യാനമാണ്. പിന്നെ റോമർ 16:20 അർത്ഥം എന്താ? കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന് ഇപ്പോൾ സകലവും കീഴ്പ്പെട്ട് കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജോച്ചായൻ അത് ഹ്രസ്വമായിട്ട് പറയുകയും ചെയ്തു. ക്രൂശിൽ ക്രിസ്തു യുദ്ധം ജയിച്ചു, അഥവാ കേസ് വിജയിച്ചു. പക്ഷെ ഇതുവരെ അതിൻ്റെ നടത്തിപ്പ് ഉണ്ടായിട്ടില്ല. യേശു ക്രൂശിൽ വിജയിച്ച വിജയം കേവലം സാത്താന്റെ മേൽ മാത്രമല്ല. ഏറ്റവും ഒടുക്കത്തെ ശത്രു ആരാണെന്ന് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. മരണമാണ്. 1 കൊരിന്ത്യർ 15:26 വാക്യത്തിൽ 23 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. 1 Corinthians 15:26 അവിടെ പറയുന്നുണ്ട്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ആ വിജയത്തിന്റെ ആഘോഷം, അതിന്റെ പൂർത്തീകരണം, കൺസ്യൂമേഷൻ ഓഫ് ദാറ്റ് കോൺക്വറിങ്, that triumph is depicted there in Revelation 20:14 and 15. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. വെളിപ്പാട് 20:14-15 വാക്യങ്ങൾ. ഈ വിജയത്തിന്റെ സമ്പൂർണത നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് 20:14-15 വാക്യങ്ങളിലാണ്. അവിടെയാണ് നാം 1 കൊരിന്ത്യർ 15:26 നിവർത്തിക്കപ്പെട്ട് കാണുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. സ്തോത്രം. മരണത്തെയും തീപ്പൊയ്കയെയും പാതാളത്തെയും, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് മരണം നീങ്ങുന്നതാണ് സമ്പൂർണ്ണ വിജയം. എനിക്ക് മറ്റിടത്ത് കയറേണ്ട സമയമായെങ്കിലും 1-2 വാചകങ്ങൾ കൂടെ പറയാതെ പോകാൻ പറ്റില്ല. ബാക്കി കർത്താവിന് വെച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. 1 കൊരിന്ത്യർ തന്നെ 15-ാം അധ്യായം 52-ാമത്തെ വാക്യം. 1 Corinthians 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാണ്. സ്തോത്രം. ഈ വിജയത്തിന്റെ പൂർത്തീകരണം എപ്പോൾ മാത്രമേ സംഭവിക്കൂ? മരണം നീങ്ങി വിജയം വന്നിരിക്കുന്നു. മരണത്തോടുകൂടെ മാത്രമേ ഈ വിജയം സമ്പൂർണമാകൂ. ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ മാത്രം. സ്തോത്രം. മരണം തന്നെ മരിച്ചു നീങ്ങുന്നു. പാതാളം ഇനി ഇല്ലാതെയാകുന്നു.
ഉണ്ടാകുന്നു. അതാണ് ആത്യന്തിക വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. അതല്ലാതെ ഈ ഭൂമിയിൽ സഭ അഥവാ ഈ കാണപ്പെടുന്ന സംഘടനകൾ വിശാലമാകുന്നതും വിപുലമാകുന്നതും ദേശങ്ങൾ കൈയടക്കുന്നതും ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൈയടക്കുന്നതും ഏറ്റവും വലിയ കെട്ടിടം പണിയുന്നതും ഒന്നുമല്ല. ഇനിയിപ്പം കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിൽ പെന്തക്കോസ്ത് സ്ഥാനാർത്ഥികളെ പെന്തക്കോസ്ത് സഭകൾ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും ഞാൻ കേട്ടു. ഇനി അവർക്ക് ചില വാർഡുകളോ ഒക്കെ പിടിക്കാനോ, ഇനിയും അതുമല്ല ഏതെങ്കിലുമൊക്കെ MLA-മാരാകാനോ മന്ത്രിമാരാകാനോ ഒക്കെ കഴിഞ്ഞാലും അതൊന്നുമല്ല ഇവിടുത്തെ ഈ വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് മർത്യത ദ്രവത്വം മാറ്റി അദ്രവത്വത്തിലേക്ക് സകല സൃഷ്ടിയെയും സകല സൃഷ്ടികളെയും മടക്കിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലാണ് പൂർണ്ണമാവുക. അതിനെ പൂർത്തീകരിക്കുന്ന നിയമ നടപടികളാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായം മുതൽ പഠിച്ചത്. അത് നിവർത്തീകരിക്കുന്നത് പുതുവാന ഭൂമികളുടെ സ്ഥാപനത്തോടുകൂടെയാണ്. സ്തോത്രം. ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ എത്ര വലിയവർ നടത്തിയാലും അതിനെ തെറ്റ് എന്ന് കാണുന്നതിനുള്ള ആത്മീയ കരുത്തും കാഴ്ചപ്പാടുമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.